പോത്തുപോലെ വളർന്നില്ലേടാ നീ? നിനക്ക് പോയി ഒരു ചായ ഇട്ട് കുടിക്കാൻ അറിഞ്ഞൂടെ? ഇത് സ്ഥിരമുള്ള പരിപാടിയാണ് എല്ലാ വീട്ടിലും. ഈ പുരുഷ കേസരിമാർ ഇറങ്ങി ഇങ്ങ് വന്നിട്ട് അങ്ങോട്ട് ഓർഡർ ഇടും ഒരു ചായ അങ്ങ് എടുക്കാൻ. ഇതെന്തോന്ന് ഇത്? എന്റെ പൊന്നമ്മായി, എന്തിനാണ് ഇപ്പൊ ഈ ക്വാളിറ്റി ഒക്കെ പറയേണ്ട കാര്യം? ഒരു ചായല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, എന്നിട്ട് തരുമോ പ്ലീസ്? അങ്ങനെ മര്യാദക്ക് പറ. തരാം. എന്തരാണ് ഇത്? നല്ല മെനയിലൊക്കെയാണല്ലോ. ഞാൻ മെലയിലൊക്കെയാണ്, പക്ഷെ ചേട്ടൻ പണ്ടത്തെ പോലെ തന്നെ മെലയൊന്നും ഇല്ല. കുട്ടിച്ചേവാക്ക് നേരെ നല്ലൊരു കാര്യം പറയാന്ന് വെച്ചാൽ സമയം കിട്ടുന്നു. കേശുവേ, ഇത്രയോടൊന്നും ചായ റെഡിയാ? ചായ ഇല്ല, ഇന്ന് പാലും ഇല്ല. അതെന്തൊരു പരിപാടി അമ്മായി, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ചോദിച്ചല്ലേ. അല്ലെങ്കിലും അമ്മായി രാവിലത്തെ ആ ചായ കുടിക്കുമ്പോ കിട്ടുന്ന ഉന്മേഷവും ഉണർവും വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. എന്നാ മോനെ, ഇന്ന് ഉന്മേഷവും ഇല്ല ഉണർവും ഇല്ല എന്നങ്ങ് കരുതിക്കും. ചായ എന്താണ് ഇല്ലാത്തെന്ന് പറ. എടാ പാലില്ലടാ. എന്തിന് പാലില്ലാത്ത? ഇന്നലെ 4 കവർ പാല് ഞാനല്ലേ മേടിച്ചോണ്ട് വന്നേ. അത് തന്നെ, ആ 4 കവർ പാൽ അതിനകത്ത് കാണാനില്ലെന്ന് തന്നെ പറഞ്ഞത്. അമ്മായി നേരെ നോക്കി കാണൂല, പോയി നോക്കമ്മായി. ഇല്ലടാ, പാലില്ല അതിനകത്ത്. എന്തോ കാണുന്നില്ലെന്നാ പറഞ്ഞേ? അമ്മ ഇന്നലെ വാങ്ങിച്ചു വെച്ച 4 കവർ പാലില്ലേ ഫ്രിഡ്ജില്, അത് കാണാനില്ല അവിടെ. അത് പിന്നെ എവിടെ പോയി? അത് തന്നെ ഞാനും ആലോചിക്കും, എവിടെ പോയി? അത് ഫ്രിഡ്ജിലിരിക്കുന്ന ഞാൻ കണ്ടതായിരുന്നല്ലോ. കേശവനടുത്ത് കുടിച്ചാണ്. എന്താന്ന്? പാല് 4 പാക്കറ്റ് പാൽ കുടിക്കാൻ ഞാൻ അടി മഹേന്ദ്ര സിംഗ് ധോണി. ചായ കുടിക്കാതെ രാവിലത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് നടക്കത്തുമില്ലല്ലോ. ഞാൻ ഒരു കട്ട ഇട്ട് തരാം. കട്ട ഇട്ട് തരാം? കട്ടയല്ലടാ, കട്ടൻ. കട്ടൻ ചായ. പിന്നെ നിനക്ക് വേണോ? വേണ്ട. ഞാൻ ഒരു കാര്യം ചോദിച്ച സത്യം പറയോ? അമ്മൂമ്മ ചോദിച്ചു. നീ ആ പാലെടുത്ത് നീ കുടിച്ചില്ലേ? പാലെടുത്ത് നീ കുടിച്ചില്ലയോ? പാല് നീ എടുത്ത് കുടിച്ചില്ലയോ എന്ന്? പിന്നെ ആരെങ്കിലും വിശന്നാ പോലെ 2 ലിറ്റർ പാലെടുത്ത് കുടിക്കുമോ അമ്മൂമ്മ? വേറെ ആരും കുടിക്കത്തില്ല, പക്ഷെ നീ കുടിക്കും. സംഭവം ഉള്ളത് തന്നെ. രാത്രി ഒരു 1:30-2 മണിയായപ്പോ എനിക്ക് വിശന്ന് ഞാൻ അടുക്കളയിൽ കയറിയാ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ചോറെടുത്ത് കഴിച്ചു, ഒരു മുട്ടയും പൊരിച്ച് കഴിച്ചു. അയ്യോ, ആ ചോറ് നീ എടുത്ത് കഴിച്ചോ? ഓ കഴിച്ചു. എടാ, അത് പട്ടിക്ക് വെച്ചിരുന്നതിന്റെ ബാക്കിയാ. പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരുന്നതിന്റെ ബാക്കിയാന്ന്. നമ്മുടെ ഇവിടുത്തെ പട്ടിക്ക? അപ്പൊ അതിനി എന്ത് കഴിക്കും? അത് വേറെ ആരും കഴിക്കത്തില്ല, നീ കഴിച്ചില്ലയോ? എന്തുവാടാ ഇത്? അങ്ങനെയൊക്കെ വെക്കുമ്പോ ആറ്റി വെക്കണ്ടേ അമ്മ? അല്ല, നീ രാത്രി 2 മണിക്ക് അവിടെ ചെന്ന് കയറുന്നത് ഞാൻ അറിയുന്നോ? വേണ്ട, ഞാൻ പട്ടി എന്നെ കണ്ടു കഴിഞ്ഞാൽ വല്ലതും ചെയ്യും. എന്റെ ചോറെടുത്ത് നിന്നിട്ട് ശരി നോക്ക്. രാവിലെ കുളിച്ചൊരുങ്ങി ഒരാൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കിണിക്കുന്നു, മറ്റേത് അവിടെ നിന്ന് കിണിക്കുന്നു. ഇതാണ് പറയണത്, രാത്രി കിടക്കുമ്പോ ഫോൺ കുത്തിയിട്ട സ്വിച്ച് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് നോക്കണമെന്ന്. ചേട്ടാ, എന്ത്? നമുക്കേ അലീന ചേച്ചി വിളിച്ചോട്ടെ, എല്ലാരും കൂടെ നമുക്ക് ബാംഗ്ലൂർ പോവല്ലോ. നമുക്ക് കുഞ്ഞി പപ്പിയും കൂടെ കൂട്ടാം. അവൻ കൊറേ പ്രാവശ്യം ബാംഗ്ലൂർ പോയിട്ടും. ഓ അങ്ങനെ വരട്ട് കാര്യങ്ങള്. അപ്പൊ കുഞ്ഞിപ്പപ്പി നിന്നോട് ബാംഗ്ലൂര് പോണ കഥ പറഞ്ഞ് നിനക്കും ബാംഗ്ലൂര് പോവാൻ ആശ വന്ന്, അതല്ലേ സംഭവം? അവൻ പറഞ്ഞു ബാംഗ്ലൂർ നല്ല രസമാണ്. ആരുടെ ബാംഗ്ലൂർ പോണ? കേശയുടെ പോകുന്നു ബാംഗ്ലൂര്. ആരുമായിട്ട്? അലീന ചേച്ചിയായിട്ട്. ചുമ്മാ എവളുടെ കുഞ്ഞിപ്പപ്പി എവിടെ വിളിച്ചിട്ട് ബാംഗ്ലൂരിന്റെ എന്തൊക്കെയോ കഥ പറഞ്ഞെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എവക്ക് ബാംഗ്ലൂര് പോണമെന്ന്. തന്നെ പറൂ. അമ്മായി ബാംഗ്ലൂര് പോയിട്ടുണ്ടാ? പിന്നെ എത്ര തവണ പോയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും ബാംഗ്ലൂർ പോകണം. ആണോ? അവിടെ നല്ല ലൈഫ് സ്റ്റൈലാണ് പാറു. നിന്നെ ബാംഗ്ലൂര് കൊണ്ടുപോകും മക്കളെ. ഓക്കെ, അമ്മായി കൊണ്ടുപോകും, അമ്മായിയുടെ കാശിന്. കേശു, പോയി പാല് വാങ്ങിച്ചോണ്ടോ മോനെ? പാല് ഇതുവരെ മേടിച്ചില്ലേ? നീ പോയാ അതിന് വാങ്ങാൻ? പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് പോവാ. എന്നാ കുറച്ച് കഴിഞ്ഞ് ചായ കുടിക്കാം. ഗൗരി, കനകത്തിനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? അത് തന്നെ ഞാനും ആലോചിക്കണ. ഈ വീട് ഫുള്ളും നോക്കി കണ്ടില്ല, വിളിച്ചു നോക്കി, ഫോൺ എടുക്കണ്ടേ. അല്ല, പറയാതെങ്ങും പോകത്തില്ലല്ലോ.
പറയാതെ എവിടെയും പോകാത്ത ആളാണ്. എവിടെയാണോ എന്തോ. എവിടെയെങ്കിലും പോയി കാണാൻ പോട്ടെ വിട്. ഈരക്കാറ്റിലെ കണ്ണനോടുതാൻ പാട്. ആഹാ, എവിടെയാണാവോ രാവിലെ പാട്ടും പാടി പോയത്? തലവർ പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പടത്തിനാ ഇത്ര രാവിലെ? ആമാ, അതുതാനെ ഫസ്റ്റ് ഷോ ചൊന്നേ. ഇതെന്തൊരു പരിപാടി കനകാന്റി കാണിച്ചേ? ആന്റി പോയതോ പോയി, എന്നോട് വിളിക്കണ്ടേ? ഞാനോട് വരില്ലായിരുന്നാ? എടാ, ഇത് வந்து ഫാൻ ഷോ. നമുക്ക് നൈറ്റ് மறுபடியும் போலாம். നൈറ്റ് ഇനിയും പോണാ? ஆமா, தலைவர் படம்ல ஒரு வாட்டி பத்தாது, நிறைய வாட்டி போய் பார்க்கலாம். ചരിത്രത്തിൽ ആർക്കെങ്കിലും ഫാൻ ഷോ കൊണ്ട് പടത്തിന്റെ കഥ മനസ്സിലായിട്ടുണ്ടോ അമ്മായി? അത് ശരിയാണ്. അതുകൊണ്ട് വീണ്ടും പോ. എന്താ ഒരുമാതിരി പാലിന്റെ കെട്ട മണം. ശരിയാണല്ല. എവിടുന്ന്? ചേച്ചിയാണല്ലേ സ്മെല്ല്? പാലിന്റെ സ്മെല്ല് വരെ ചേച്ചി എവിടെ പോരുന്നത്? அது தலைவர் கட்டவுட்டர்ல பால் அபிஷேகம் பண்ணிட்டு வரேனே. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.